നമസ്കാരം. ശുഭവാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി തിരുത്സവം ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തത് ഇടുക്കി കളക്ടർ എസ് വിഘ്നേശ്വരി IAS. ബഹുമാന്യായ ഇടുക്കി കളക്ടർ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഈ ശുഭമുഹൂർത്തം ഉദ്ഘാടനം ചെയ്തത്. പുഷ്പാഞ്ജേട്ടാ, നമസ്കാരം. നമ്മുടെ തൊടുപുഴ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അതിവിപുലമായ പ്രോഗ്രാമുകളും ചരിത്ര സംഭവങ്ങളായിട്ട് തന്നെയാണ് ഈ വർഷവും ക്രമീകരണങ്ങൾ എന്ന് കേട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനിയായ ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരിയാണ് നമ്മുടെ അമ്പലം സന്ദർശിച്ചതും അമ്പലത്തിൻ്റെ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തതും. വ്യത്യസ്തമായി തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനൊപ്പം ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ക്ഷേത്രകലകൾ കൊണ്ടും മറ്റ് ഉത്സവകലകൾ കൊണ്ടും വൈക്കം ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, ചെട്ടുകുളം ക്ഷേത്രം അതിനൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഭക്തജന സമിതിയും ഭരണസമിതിയും മറ്റ് നമ്മുടെ ഹൈന്ദവ കൂട്ടായ്മകളെല്ലാം തന്നെ. അതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. 10 ദിവസവും സെൻട്രൽ ട്രാവൂറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, കുടിവെള്ളം അടക്കം എല്ലാ പരിപാടികളും നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ബുക്ക്ലെറ്റിൻ്റെ പ്രകാശനം ബഹുമാന്യായ ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി കഴിഞ്ഞ ദിവസം നിർവഹിക്കുകയുണ്ടായി. 10,000 ബുക്ക്ലെറ്റാണ് ബഹുവർണ്ണത്തിലുള്ള 3D എഫക്റ്റിലുള്ള 10,000 ബുക്ക്ലെറ്റുകളാണ് നമ്മൾ അച്ചടിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. 10,000 കലണ്ടർ നമ്മൾ 2 മാസം മുമ്പേ അടിച്ച് എല്ലാ വീടുകളിലും എത്തിച്ചു. അതോടൊപ്പം തന്നെ 15,000 ഷീറ്റ് നോട്ടീസുകൾ നമ്മൾ പ്രചരണാർത്ഥം ഉത്സവ വിളംബരം അറിയിച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായി. അങ്ങനെ ഇനിയും ദിനംപ്രതി പത്രസമ്മേളനങ്ങൾ, ഹോർഡിങ്സുകൾ, ബോർഡുകൾ ഇറക്കി. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ, ഇന്ന് സംഗീത ലോകത്ത് MG ശ്രീകുമാറിന് സമാനമായ ഒരു വ്യക്തിത്വമില്ല. MG ശ്രീകുമാറാണ് നമുക്ക് 31-ാം തീയതി ഭക്തിഗാനമേള നയിക്കുന്നത്. അദ്ദേഹം സാധാരണഗതിയിലെ ഗാനമേളകളാണ് നയിക്കുന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഭക്തിഗാനമേള അദ്ദേഹം നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രസിദ്ധ സിനിമാ താരം നവ്യ നായരുടെ ഡാൻസ് ഏപ്രിൽ മാസം 1-ാം തീയതി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇറങ്ങിയിരുന്നു. ഏതാണ്ട് 750-ൽ പരം കലാകാരന്മാർ ഈ 10 ദിവസം നടക്കുന്ന ഉത്സവത്തിൽ വിവിധ പരിപാടികളായി പങ്കെടുക്കും. അത് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെയും പോലീസിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ മാനിച്ച് ഒരു ഹരിത രീതിയിലായിരിക്കും നമ്മളെ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖദർശനം, ഭക്ഷണത്തുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ, ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്രത്തിലെ കലാകാരന്മാർക്കും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുക. പുറത്തുനിന്ന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, സർവീസിനുമായി ബന്ധപ്പെട്ട് വരുന്നവരുണ്ട്, അവർക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഉത്സവ ആഘോഷ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചെയർമാനാണ്. ഏറ്റവും അവസാനം അതോടെ കളഭ അഭിഷേകം, അത് ഉത്സവം സമാപിച്ചതിന് ശേഷം 11-ാം തീയതി രാവിലെ കളഭാഭിഷേകമാണ്. രാവിലെ 11 മണിക്ക് കളഭ അഭിഷേകം നടത്തി. ദർശന പ്രാധാന്യമുള്ളതാണ് കളഭാഭിഷേകം. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ച് വേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴ DYSPയുമായി ബന്ധപ്പെട്ട് ഉത്സവ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. തൊടുപുഴ CI മഹേഷ് കുമാറുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളെ ഉത്സവം സംബന്ധിച്ച വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനെ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു, തഹസിൽദാരെ ധരിപ്പിച്ചു, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരടക്കം നമ്മളെ ഫയർഫോഴ്സുകാരെ, ഫോറസ്റ്റുകാരെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിച്ച് അവരുടെ എല്ലാവരുടെയും ഈ തൊടുപുഴ ക്ഷേത്രത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ തൊടുപുഴയുടെ ഉത്സവമാണ്. തൊടുപുഴയിലെ കടക്കാർ, എല്ലാ കടക്കാരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അവരെ എല്ലാവരും അമ്പലത്തിൽ വരികയും തൊഴുകയും വഴിപാടുകൾ നടത്തുകയും അന്നദാനത്തിനായുള്ള അരിയെ എല്ലാ പരസ്യങ്ങൾ ഉത്സവത്തിന് വേണ്ട ബഹുവർണ്ണത്തിലുള്ള മൾട്ടി കളർ 3D ബുക്ക് അടിക്കാൻ തന്നെ ആവശ്യത്തിലധികം പരസ്യങ്ങൾ അവർ വന്ന് സഹായിച്ചു. അങ്ങനെ തൊടുപുഴ അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്, ഞങ്ങളുടെ ഉത്സവമാണെന്നുള്ള പ്രതീതിയാണ് അവർ പറയുന്നത്.
ഗജവീരനെ ഇപ്രാവശ്യം നമ്മൾ ഒരു ഗജവീരനെ മതി എന്ന് ട്രസ്റ്റി പറഞ്ഞിരുന്നു. അത് പല സ്ഥലങ്ങളിലും ഈ ഗജവീരൻ്റെ പ്രശ്നം സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ ആകസ്മികമായി വല്ല അപകടങ്ങൾ ഉണ്ടായാൽ വലിയ നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടം പേറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ട്രസ്റ്റ് പറഞ്ഞത്. അത് ദേവസ്വം എക്സിക്യൂട്ടീവിലും ഉപദേശ സമിതിയിലൊക്കെ സംസാരിച്ചു. ആ അഭിപ്രായത്തോടാണ് നിൽക്കുന്നത്. ഒരു ആന മതി, പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടം പേറ്റിയാൽ മതി എന്നുള്ള ഒരു ധാരണ. മിക്ക സ്ഥലങ്ങളിൽ ഇപ്പം യന്ത്ര ആനയൊക്കെ കൊണ്ടുവന്ന ഒരു കാലത്തേക്ക് വരികയാണ്. നമ്മൾ മാറിയെടുക്കത്തുള്ളൂ. അപ്പോൾ അതിനൊപ്പം പോകണം എന്നുള്ളൊരു സന്ദേശമാണ്. ക്ഷേത്രമൊക്കെ മനോഹരമായ രീതിയിൽ അലങ്കരിക്കാനുള്ള ഏർപ്പാടുകളായിട്ടുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പെയിൻറ്റിങ് ജോലികൾ നടക്കുന്നു. അതുപോലെ തന്നെ നോട്ടീസുകൾ വീടാന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു ടീം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ ഉത്സവം വിജയിപ്പിക്കാനുള്ള ദ്രുതഗതിയിൽ ഭഗവാന്റെ സേവകരായി എന്നുള്ള വർക്കിലാണ്. എല്ലാം